ഈ കാണുന്നത് എന്താണെന്നറിയോ? ഇതാണ് ഓലയുടെ ലിഥിയം അയൺ ബാറ്ററി എന്ന് പറയുന്നത്. ഇതുപോലെ കുറേ ബാറ്ററികൾ ചേർന്നിട്ടാണ് ബാറ്ററി പാക്ക് ആവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഓട്ടോ എക്സ്പോയിലാണ്, അതുപോലെ ഓലയുടെ പവലിയനിലുള്ളത്. അപ്പോൾ ഓൾറെഡി ഉള്ള കുറച്ച് മോഡൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പുതുതായിട്ട് വരാൻ പോകുന്ന കുറച്ച് വാഹനങ്ങളെ പരിചയപ്പെടുത്താം. ഓല S1Z എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിക് വാഹനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, ഇത് 146 കിലോമീറ്ററാണ് സർട്ടിഫൈഡ് ആയിട്ട് റേഞ്ച് വരുന്നത്. 70 കിലോമീറ്റർ ഓഫ് സ്പീഡാണ് വരുന്നത്. 1.5 കിലോവാട്ടിൻ്റെ 2 ലിഥിയം ബാറ്ററി പാക്കാണ് വരുന്നത്. അപ്പോൾ ഇത് വരാൻ പോകുന്ന ഒരു വാഹനമാണ്. ഇനി വേറൊരു അടിപൊളി 2 വാഹനങ്ങളോട് കാണിക്കാം. ഇത് ഇവരുടെ ഒരു പുതിയൊരു വാഹനമാണ് കേട്ടോ. ഈ ഒരു ടൈപ്പ് വാഹനം സാധാരണ നിന്ന് ഒരുപാട് വ്യത്യാസമായിട്ടുള്ളൊരു സ്കൂട്ടറാണ്. ഓല ഗിഗ് എന്നാണ് എൻ്റെ പേര്, GIG ഗിഗ് എന്നാണ് എൻ്റെ പേര്. 112 കിലോമീറ്ററാണ് സർട്ടിഫൈഡ് റേഞ്ച്, 25 കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് ലൈസൻസ് വേണ്ടാത്തൊരു മോഡലായിരിക്കും. 1.5 കിലോവാട്ടിൻ്റെ ബാറ്ററി വരുന്ന ഒരു വാഹനമാണ്. വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് ഈ 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പവർ കുറഞ്ഞ ഒരു ചെറിയ വാഹനം ഗിഗ് കേട്ടോ. ഇനി അവരുടെ റോഡ്സ്റ്റർ X എന്ന് പറയുന്ന ഏറ്റവും പുതിയ ബൈക്കാണ് വരുന്നത്. നമുക്കറിയാം സ്കൂട്ടറുകളാണ് ഏറ്റവും കൂടുതലുള്ളത്, ബൈക്കിൻ്റെ കോൺസെപ്റ്റുകൾ വളരെ കുറവാണ്. അപ്പോൾ ഒരു ബൈക്കാണ് കാണുന്നത്. 200 കിലോമീറ്ററാണ് സർട്ടിഫൈഡ് ആയിട്ടുള്ള റേഞ്ച് വരുന്നത്. 124 കിലോമീറ്റർ സ്പീഡും 11 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു സാധാരണയിൽ നിന്നുള്ള ഒരു ഓഡ് ലുക്കാണ് കേട്ടോ. നമുക്ക് കണ്ടോ, ഒരു എന്താ പറയുക, സൈബർ ട്രക്കിൻ്റെ ഒരു കുട്ടി ബൈക്ക് പോലെയൊക്കെ ഇരിക്കുന്നത്. കാരണം അതുപോലുള്ള കട്ടുകളൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ വേറൊരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഷൂട്ടിങ്ങിന് തിരക്കാണ്. ഇത് അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ്. 248 കിലോമീറ്റർ റേഞ്ച്, 126 കിലോമീറ്റർ ടോപ്പ് സ്പീഡ്, 13 കിലോവാട്ടിൻ്റെ ബാറ്ററി വരുന്ന ഒരു റോഡ്സ്റ്ററാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഫ്രണ്ട് കണ്ടോ, അതിൻ്റെയൊക്കെ ഹെഡ് ലാംപ്സ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരി റോബോട്ടിനെ പോലെയൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ഓല ഇന്ത്യയിൽ ഇറക്കാൻ പോകുന്ന മോഡൽസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇതാണ് ഇവരുടെ പവലിയൻ.